ഒരു മനുഷ്യന്റെ വിജയമെന്ന് പറയുന്നത് എവിടെയാണെന്നറിയുമോ? ഒരു മനുഷ്യന്റെ വിജയം എവിടെയാണെന്നറിയുമോ? എവിടെ നിന്ന് തളർന്ന് വീഴുന്നവോ അവിടെ നിന്ന് നീ ഉയർത്തെഴുന്നേൽക്കണം. എവിടെ നീ തളർന്നു വീഴുന്നവോ അവിടെ നിന്ന് നീ ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേൽക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ. അതിന് മനസ്സിന് ധൈര്യം വേണം. അതിന് റബ്ബിന്റെ സഹായം അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അത് നീ ഉണ്ടാക്കിയെടുക്കുക. അവിടെയാണ് നിന്റെ വിജയമെന്ന് പറയുന്നത്. നാം ജീവിതത്തിൽ തോറ്റുപോകുന്നത് മാനസികമായിട്ടുള്ള വിഷമങ്ങള്, പ്രയാസങ്ങൾ വരുമ്പോഴാണ് നാം കൂടുതലും ജീവിതത്തിൽ പതറിപ്പോകുന്നത്. അത് പല രീതിയിലുണ്ടാകാം. ജീവിതത്തിൽ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ വിശ്വാസം നമ്മളിൽ തന്നുകൊണ്ട് ഒരു സമയത്ത് നമ്മെ വേദനിപ്പിച്ചവരുണ്ടാകാം, പ്രയാസപ്പെടുത്തിയവരുണ്ടാകാം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുവെന്ന് തോന്നുന്നവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പ്രചോദനമാണ് ഒരു പൂമ്പാറ്റയുടെ, ചിത്രശലഭത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ചിത്രശലഭം എങ്ങനെയാ ജീവിക്കുന്നത്? അതിന്റെ ജനനവും അതിന്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിന്റെ പിതാവിനെയോ മാതാവിനെയോ അത് കണ്ടിട്ടില്ല. ഏതോ ഒരു ഇലയിൽ ഒരു മുട്ടയിട്ടിട്ട് അതങ്ങ് പറന്നു പോകും. പിന്നീട് ആ പൂമ്പാറ്റ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞെല്ലാം വരുന്നത്. അങ്ങനെ ജീവിതത്തില് ഒരു പകുതി ഭാഗം എത്തുമ്പോ പിന്നെ വലിയ പരീക്ഷണത്തിലേക്കാണ് എത്തുന്നത്. ഒരു പുഴുവായി മാറി. ആ പുഴുവായി മാറിയതിനു ശേഷമോ ജീവിതത്തില് വലിയ പ്രയാസവും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കും. നമ്മുടെ വീട്ടിലെങ്ങാണ് ഒരു പുഴു കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് ദൂരോട്ട് വലിച്ചെറിയും എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെയും ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വലിയ പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ അനുഭവിക്കും. അപ്പോ ഒന്നും നമ്മൾ ആരും വില കൽപ്പിക്കൂല. എല്ലാരും നമ്മളെ വെറും താഴ്ത്തി കെട്ടുകയേ ഉള്ളൂ. ജീവിതത്തിൽ എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തുകയേ ഉള്ളൂ. എന്നാൽ ആ ചിത്രശലഭം പിന്നീട് ഒരു ചിറകൊക്കെ വെച്ച് വലിയ നല്ല ഭംഗിയുള്ള ഒരു ചിത്രശലഭമാകുമ്പോ എല്ലാവർക്കും ഒരു മോഹമാണ്. അതിനെ കിട്ടിയാ കൊള്ളാം, അതിനെ കിട്ടിയാ കൊള്ളാം, അതിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമാണെന്ന് പോലും ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഈ പൂമ്പാറ്റയുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് മാനസികമായിട്ട് തകർന്നു നിൽക്കുന്നവർക്ക് വലിയ പ്രചോദനമാ സഹോദരങ്ങളെ ചിത്രശലഭത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിത്രശലഭത്തിനെ കണ്ടുകൊണ്ട് മനുഷ്യ നീ പഠിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ, ചില സൃഷ്ടിപ്പിന്റെ ആ ഒരു രീതിയിലൂടെ മനുഷ്യർക്ക് പ്രചോദനം അള്ളാഹു നൽകുന്നത് എത്രയോ സത്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എവിടെയും പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്. ഇനി പോകേണ്ടതും ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ പകുതി വെച്ച് പോകുന്നവര് പോകട്ടെ എന്ന് വിചാരിക്കണം. അതിന്റെ പേരിൽ മാനസികമായ പ്രശ്നങ്ങള്, ഓരോ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തകർക്കാനുള്ളതല്ല. നമ്മൾ മുന്നോട്ട് ഉദിച്ചു കയറണം. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. എത്രയൊക്കെ സ്വന്തമെന്ന് പറഞ്ഞാലും അവര് മരണപ്പെട്ടു പോയി കഴിഞ്ഞ് ഒരു 40 ദിവസമൊന്നും വരെ നമ്മളെ ഓർത്ത് കരയുന്ന ബന്ധങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടോ? സ്വന്തം മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ മക്കള് മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും, സഹോദരങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും 40 ദിവസം അവരെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിഷമിക്കുന്നവരുണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. നമ്മക്കാരുമില്ല, പിന്നെ ആരാണ് കൂട്ടിനുള്ളത്? കളങ്കമില്ലാത്ത സ്നേഹം തരുന്ന റബ്ബ് മാത്രമുണ്ട്. അത് മതിയടോ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി, ജീവിത വിജയത്തിന് വേണ്ടി. അത് മാത്രം മതി. അള്ളാഹ് മാത്രം മതി. വേറെ ആരും നമുക്ക് വേണ്ട. ബാക്കി എല്ലാവരും നമ്മളെ ചിലപ്പോ ഒരുപക്ഷെ എന്താണ് ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കാര്യം കാണാൻ വേണ്ടി അടുപ്പിക്കും. അത് കഴിയുമ്പോ കരിവേപ്പല എടുത്തു കളയുന്ന പോലെ എടുത്തു കളയും. സത്യത്തിൽ ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകമാണ്. ദുനിയാവിനെ നമ്മൾ ഒരിക്കലും പ്രണയിക്കരുത്, സ്നേഹിക്കരുത്. മത്താറത്തും തയ്യാറത്തും ഫറാറ ഇഹ്യാ ഉലൂമുദ്ദീന്റെ അകത്ത് പറയുന്നുണ്ട്. വേറെയും അതിന് മുമ്പുണ്ട്, അത് മറന്നുപോയി. ദുനിയാവ് പറന്നു പോകുന്നതാണ്, വഞ്ചനയുടെയാണ്. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ.
അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ്, നമുക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നൊരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹ് മാത്രമേ ഉള്ളൂ എനിക്ക് എന്നൊരു ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിക്കും. ആരാ പ്രിയമുള്ളവരെ ആരിലുള്ളത്? ഇരുട്ടാകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മുടെ നിഴലുകൾ പോലും ഇരുട്ടാകുമ്പോൾ മാഞ്ഞു പോകുമെങ്കിൽ ആ നിഴല് പോലും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നവർക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഒരു പൂമ്പാറ്റയുടെ ചിത്രശലഭത്തിന്റെ ജീവിതം പ്രചോദനമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിന്റെ റബ്ബിനെ നീ കൂട്ടുപിടിക്കുക, റബ്ബിന് വേണ്ടി നീ ജീവിക്കുക. എനിക്കെന്റെ റബ്ബ് മാത്രം മതി, അവൻ എനിക്ക് മതിയായവനാണെന്നുള്ളൊരു ചിന്ത, ആ ഒരു ദൃഢ വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ദുനിയാവിൽ നമുക്ക് പിന്നെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവുകയില്ല. അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കണം. ഒരു ചിന്തിപ്പിക്കുന്ന സംസാരം പറഞ്ഞു തരട്ടെ പ്രിയമുള്ളവരെ, പറഞ്ഞു തരട്ടെ, ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ, പറയട്ടെ. അള്ളാഹുവിന്റെ ആ ഒരു ചോദ്യം എന്നെ വളരെ പ്രയാസപ്പെടുത്തി, സങ്കടപ്പെടുത്തി. മഅരിഫത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ അകത്ത് അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യനോട്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഞാനേ നിങ്ങളുടെ റബ്ബല്ലേ? അല്ലാഹ് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും നീ എന്റെ റബ്ബ് തന്നെയാണ് അല്ലാഹ്. എന്റെ ഉത്തരം കേട്ടതിനു ശേഷം അള്ളാഹു എന്നോട് വളരെ വിനയത്തോടെ ചോദിച്ചു, എങ്ങോട്ടേക്കാണ് എങ്ങോട്ടേക്കാണ് നിന്റെ ഈ പോക്ക്? ഇവിടെയാണ് പ്രിയമുള്ളവരെ നാം ക്ലിയർ ആക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഇവിടെയാണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത്. ഇത് നമ്മൾ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നീ എങ്ങോട്ടേക്കാണ് നിന്റെ പോക്ക്? അലസ്തു ബി റബ്ബിക്കും, ഞാനല്ല നിന്റെ റബ്ബ്. എങ്ങോട്ടേക്കാണ് നിന്റെ പോക്ക്? ഇവിടം ക്ലിയർ ആക്കിയാൽ എല്ലാം ശരിയാകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.